ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചായക്കട പലഹാരമായ മലബാർ സ്റ്റൈൽ പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ബീഫ് കറി, ചിക്കൻ കറി ഇവരുടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അല്ലാതെ തന്നെ വെറുതെ കഴിക്കാനും നല്ലതാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. പത്തിരി ഉണ്ടാക്കാൻ ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ചെറിയ ഉള്ളി 6 എണ്ണം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പത്തിരി ഉണ്ടാക്കാനുള്ള പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കൂടുതൽ സമയമൊന്നും എണ്ണയിലിട്ട് വഴറ്റേണ്ട കാര്യമില്ല. 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയാൽ മതി. പിന്നെ കളറൊന്നും മാറിപ്പോകരുത്. ഇപ്പോൾ മസാലയുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ ഒട്ടും തരിയില്ലാത്ത പൊടിയാണ്. അത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പൊടി ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് കട്ടയില്ല, നല്ല മിക്സ് ചെയ്തെടുക്കണം. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി റെഡിയായ പൊടി നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇത് നേരി ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴക്കാൻ പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇനി എള്ള് ചേർക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പത്തിരിക്ക്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി മാവ് ചെറിയ ചൂടോടുകൂടി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് തണുത്ത വെള്ളം മുക്കിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. ചൂടോടെ തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചൂടോടെ തന്നെ കുഴച്ചെടുത്താൽ മാത്രമേ നമ്മുടെ പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ മാവ് കാണുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ഇപ്പോൾ മാവ് കാണുന്ന പോലെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്താണ്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ ഉരുള മാവ് എടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. വേണമെങ്കിൽ കുറച്ച് മൈദ നമുക്ക് തൂവി കൊടുക്കാം. വളരെ കുറച്ച് മൈദ മതി. ഞാനിവിടെ മൈദയൊന്നും തൂവുന്നില്ല. ഇതിങ്ങനെ വെച്ച് പതുക്കെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ബലത്തിലൊന്നും പരത്തണ്ട, പതുക്കെ പരത്തിയെടുത്താൽ മതി. പത്തിരി കൂടുതൽ നൈസായിട്ട് പരത്തരുത്, കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. കുറച്ച് കനത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഗ്ലാസ്സോ കുക്കി കട്ടറോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പത്തിരി കാണുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കനത്തിൽ തന്നെ വേണം പത്തിരി പരത്തിയെടുക്കാനായിട്ട്. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ പത്തിരി ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ പത്തിരിയെല്ലാം ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം.
പത്തിരി വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പത്തിരി 2-3 വെച്ച് ഇട്ട് കൊടുക്കാം. പത്തിരി ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ പത്തിരിയുടെ ഉൾഭാഗമൊക്കെ നല്ല പാകത്തിന് കുക്കായി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പത്തിരിയുടെ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. അതുപോലെ പത്തിരി ഇട്ട് ഒരു സൈഡ് മൂത്തതിന് ശേഷം മാത്രം തിരിച്ചിട്ടാൽ മതി. ഇപ്പോൾ പത്തിരിയുടെ ഒരു സൈഡ് മൂത്ത പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. രണ്ട് സൈഡും തിരിച്ചു മറിച്ചും ഇട്ട് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ പത്തിരിയുടെ രണ്ട് സൈഡ് മൂത്ത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ള പത്തിരിയും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണിത്. നമ്മളിതിൽ മൈദയൊന്നും തന്നെ ചേർത്തിട്ടില്ല. അരിപ്പൊടി മാത്രം വെച്ച് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും. അത് കറി കൂട്ടിയോ അല്ലാതെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്